എപ്പിസോഡിന്റെ തുടക്കത്തിൽ അങ്ങനെ മീജി മീരയാകാനും മീര മീജിയാകാനും തീരുമാനിച്ചു. അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചേഞ്ച് വരുത്തേണ്ടത് ഇവരുടെ ലുക്കിലാണ്. ഒരാൾക്ക് കളർ അടിച്ച് ഷോർട്ട് ചെയ്ത് മറ്റൊരാൾക്ക് ലോങ് ഹെയർ ആണല്ലോ. ഇവരാദ്യം തന്നെ അതങ്ങ് പോയി സ്വാപ്പ് ചെയ്യും. മീജി ഒരു വെപ്പുമുടിയൊക്കെ ഫിറ്റ് ചെയ്ത് മീരയായി മാറും. മീരയാണെങ്കിൽ അവളുടെ മുടി മുറിച്ച് മീജിയാവും. പല കാര്യങ്ങളും മീര അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറെയൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി നോട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ മീരയെ ഹോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അവള് കോൾ എടുക്കാതെ അതങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കും. കാരണം ഇനി തൊട്ട് ഈ ഫോൺ മീജി ആണല്ലോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ മീര പ്രത്യേകം മീജിയോട് പറയുന്നുണ്ട്, നീ എക്സ്ട്രാ കൈ നിട്ട് ഒന്നും ചെയ്യണ്ട, ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ തന്നെ അങ്ങ് നിന്നാ മതി, എന്റെ പ്രോബ്ലംസ് ഒന്നും ഫിക്സ് ചെയ്യാൻ നിൽക്കണ്ടാന്ന്. അതൊക്കെ ഏറ്റവും പറഞ്ഞാണ് മീജി മീരയെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് മീജി പണി ആരംഭിച്ചു. മീരയായി അവൾ ഓഫീസിലോട്ട് ചെല്ലും. വീക്കിലി ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് നേരത്തെ ചെല്ലണമെന്ന് പ്രത്യേകം മീജി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മീജി എത്തിയപ്പോഴേക്കും അവിടെ ഓൾറെഡി മീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവിടെ ചെന്നാലേ നിനക്ക് സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല, വിൻഡോയുടെ അടുത്തൊരു ചെയറിപ്പുണ്ട്, അവിടെ പോയി ഇരിക്കണമെന്നായിരുന്നു മീര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവള് നേരെ പോയി അവിടെ ഒഴിഞ്ഞൊരു സീറ്റിൽ കയറിയിരിക്കും. അത് കണ്ട് ഇവളെ എല്ലാവരും അന്തം വിട്ട് നോക്കുവാണ്. കാരണം മീര ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. ഇവള് പോയിരുന്നത് അവിടുത്തെ വേറൊരു പെണ്ണിന്റെ സീറ്റിലാണ്. ഒന്നും പറയാതെ അവളുടെ ടീയും എടുത്ത് കുടിക്കും. പിന്നെയാണ് നീ ഒരു ഇൻവിസിബിൾ ആണെന്ന് മീര പറഞ്ഞ കാര്യം മീജിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ അവിടുത്തെ ടീം ലീഡർ ഗ്യോമിൻ ആണെങ്കിൽ മീജിയോട് ചോദിക്കും, നമ്മളിപ്പോ ഈ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന്. മീജിക്ക് എന്താ അഭിപ്രായം? അവളിങ്ങനെ വട്ടം തിരിഞ്ഞ് കളിക്കുമ്പോൾ ചോയ് എന്ന് അവിടുത്തെ ഡയറക്ടർ പറയും, നീ വെറുതെ അവളെ ഇങ്ങനെ പേടിപ്പിക്കാതെ. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം മീരയുടെ ശബ്ദം കേട്ടതിൽ സന്തോഷം. മീറ്റിംഗ് കഴിയുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പല ഭാഗത്തു നിന്നും ഇവളുടെ കുറ്റം പറയുന്നുണ്ട്. ചിലര് മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. എന്നിവളതൊന്നും കാര്യമാക്കുന്നില്ല. ഇതേസമയം മീരയാണെങ്കിൽ രാവിലെ തന്നെ ഒരു ദുസ്വപ്നവും കണ്ടാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ മുന്നിൽ തന്നെ അമ്മയുണ്ട്. അമ്മയാണെങ്കിൽ ഇവളെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ട് ഇവൾ ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ മിസ്സിസ് കിമ്മ് നോക്കിയത് ഇവള് മുടി ബ്ലാക്ക് കളർ അടിച്ചുകൊണ്ടായിരുന്നു. ഇപ്പൊ കാണാനൊരു മെനയായിട്ടുണ്ട്, ഇതന്നെ മതിയെന്നും പറഞ്ഞ് മിസ്സിസ് കിമ്മ് പോകും. സ്വന്തം അമ്മയ്ക്ക് പോലും ഇവരെ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മിസ്സിസ് കിമ്മിന് സംശയങ്ങളൊന്നുമില്ല. ഇന്നലെ നീ മീരയ്ക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ മിസ്സിസ് കിമ്മ് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലേ, ഇനൊന്നും കൊടുത്തു വിടണ്ടെന്ന് പറയണം അവള്. അതൊക്കെ എനിക്കറിയാം, പക്ഷെ അവൾ ഈ വീടിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നേ, ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഓ, അപ്പോ കുറ്റബോധം കൊണ്ടായിരുന്നോ? അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ മുത്തശ്ശ കാണാൻ പോകുന്നില്ലേ? നിന്നെ അങ്ങോട്ടേക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ കൂടി വിളിച്ചു. മീജു ഇക്കാര്യം പ്രത്യേകം മീരയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആഴ്ചയിൽ 2 ദിവസം മുത്തശ്ശിയെ കാണാൻ പോകണമെന്ന്. പക്ഷെ അങ്ങനെ ഈസി ആയിട്ട് ഇവർക്ക് പോകാൻ പറ്റില്ല. കാരണം മുത്തശ്ശിക്ക് ഇവരെ രണ്ടുപേരെയും കണ്ട തിരിച്ചറിയും. എങ്ങനെ ഈ പോക്ക് മുടക്കാന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾ ആ ഒരു മെസ്സേജ് കാണുന്നത്. മീജിയെ സ്ട്രോബെറി ഫാമിലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ സേജിന്റെ മെസ്സേജ്. അങ്ങനെ ഈ എക്സ്ക്യൂസും പറഞ്ഞ് അവൾ ഫാമിലേക്ക് പോകുന്നതാണെങ്കിൽ മീജിയുടെ സൈക്കിൾ കൊടുത്ത് ഇവൾക്കത് നല്ല രീതിയിൽ ഓടിക്കാൻ പോലും അറിയില്ല. ഇവളിങ്ങനെ കള്ള് കുടിച്ച ആൾക്കാരെ പോലെ വണ്ടി ഓടിച്ച് പോകുന്നത് കണ്ട് ഇവൾക്ക് ഇത് എന്താ പറ്റിയേ, രാവിലെ തന്നെ ഒരെണ്ണം അടിച്ചോന്നും ചോദിച്ചിരിക്കുവാണ് ഗ്യോങ്ങും ആ ഫാമിലെ വർക്കറും. അങ്ങനെ ഫാമിലേക്ക് ചെന്ന മീരയ്ക്ക് സേജിനെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. ഈ സേജൻ ഒരു കൂൾ ക്യാരക്ടറാണ്. എന്നാൽ മീരയാണെങ്കിൽ അതിന്റെ നേർ വിപരീതവും. എല്ലാവരും ഇക്കാലത്ത് സ്മാർട്ട് ഫാമിംഗ് ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ട്രഡീഷണലാ. എന്താണ് അതിനർത്ഥം? നിങ്ങൾ മണ്ണ് യൂസ് ചെയ്യുന്നല്ലേ? അതെ, നീ സ്മാർട്ടാണല്ലോ. നീ ചിലപ്പോ അസോസിയേഷൻ പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിളവ് കിട്ടി. ഇക്കൊല്ലം എന്റെ രീതിയിലാണ് ഞാൻ ഇതെല്ലാം നോക്കി നടത്താൻ പോകുന്നത്. ഈ മാസം കഴിയുമ്പോൾ എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അല്ല, ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഈ വീക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കുക. ഇനി അഥവാ നീ ഒന്നും ചെയ്തില്ലെങ്കിലും നിനക്ക് ശമ്പളം കിട്ടും. ഈ പൊട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് ഓർത്തിരിക്കുവാണ് മീര. കേട്ടാകുമ്പോൾ ഹോസുവിന്റെ ലോ ഫേമിൽ ഒരു പുതിയ കേസ് വന്നിരിക്കുവാണ്. ഒരു ബോസ് അയാളുടെ എംപ്ലോയിയുടെ കാല് തല്ലി ഒടിച്ചിരിക്കുവാണ്. ആ ഒരു കേസ് സോൾവ് ചെയ്യാൻ വരുന്ന ബോസിനോട് ഇവർ പറയുന്നുണ്ട്, ആ തൊഴിലാളിക്ക് വേണ്ട പാരിതോഷികം കൊടുക്കാതെ ഒന്നും നടക്കില്ല എന്ന്. എന്നാൽ ചില്ലി കാശ് കൊടുക്കില്ല എന്നും പറഞ്ഞ് ഭയങ്കര ദാർഷ്യത്തിലാണ് ഈ ഒരു ബോസ് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഡാമേജ് പീസ് ആയതുകൊണ്ടാണോ മറ്റവന്റെ കാല് ഞാൻ തല്ലി ഒടിച്ചപ്പോൾ ദേഷ്യം? ഇത് കേൾക്കുന്ന ഹോസുവിന് തീരെ സഹിക്കില്ല. അവൻ പറയും, പാരിതോഷികം കൊടുക്കാതെ കേസ് എടുക്കാൻ പറ്റില്ല. അവന്റെ സീനിയർ ലീയും അതിനോട് യോജിക്കും. ബോസിന് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സമ്മതിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലീക്ക് ഹോസുവിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഈ സമയം ഹോസു ഏതോ ഒരു കേസിനെ കുറിച്ച് ലീഡ് അടുത്ത് സൂചിപ്പിക്കുന്നതാണ്. ആ കേസ് ഫയലിലുള്ള ഫോട്ടോ മീരയുടെ ആണ്. സോ അവളുമായി കണക്ട് ആയിട്ടുള്ള എന്തോ ഒരു കേസാണ്. എന്നിത് കേൾക്കുന്ന ലീ പറയും അതൊക്കെ സോൾവ് ആയെന്ന്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അത് അവരകത്ത് വെച്ച് ഒത്തുതീർപ്പാക്കിയെന്ന് തോന്നുന്നത്. എന്താ, അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടാണോ ഈ പേടി? അങ്ങനെയൊന്നുമില്ലാന്ന് ഹോസ് പറയെങ്കിലും ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സംശയത്തിലാണ്. കട്ടാകുമ്പോൾ മീജിയും മീരയും അവരുടെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാണ്. മീരയ്ക്ക് പക്ഷെ 1ാമത്തെ ദിവസം തന്നെ മടുത്തു. ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് സേജിന് അവൾ മെസ്സേജ് അയക്കാൻ പോലും പോകുന്നുണ്ട്. എന്നാൽ മീജി മെസ്സേജ് അയച്ച് വർക്കൊക്കെ ഈസി ആയിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൾ തന്റെ ജോലി നന്നായിട്ട് ചെയ്യുമ്പോൾ അവളുടെ ജോലി താൻ ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ എന്ന് തോന്നുന്നു അവൾക്ക്. മീജിക്കാണെങ്കിൽ രാവിലെ പോകുക, ജോലി കഴിയുന്നത് വരെ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് അഭിനയിക്കുക. മീരയാണെങ്കിൽ ജോലിയൊന്നുമില്ലാതെ ഫാമില കലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മീജിയെ കാണുന്ന ഡയറക്ടർ ചോയ് അവളുടെ അടുത്തേക്ക് വന്ന്, നിനക്ക് ഞാനൊരു ചെറിയ ടാസ്ക് തരട്ടെ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ അതിന്റെ കുറ്റവും കൂടി എന്റെ തലേക്കാകും, നീ ഞാൻ പറഞ്ഞതങ്ങ് മറന്നു കളഞ്ഞേക്ക്. മീജി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയും, അല്ല സാർ, ഞാൻ ഓക്കെയാണ്. ഇതൊരു കോൺഫിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ ടീമിനെ ഉണ്ടാക്കുന്നത്. ടീം ലീഡർ ഗ്യോങ്മിൻ പറയും, സാറേ കുറച്ച് ദിവസവും കൂടി തന്നെ ഞാൻ തന്നെ ചെയ്തോളാം. മീര എന്തിനാ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? അവൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. നോക്കു മീൻ, ഇനിയിപ്പോ മീരെ അവൾക്ക് ജോലിയൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്താലോ? അപ്പൊ മീരെ, ഇതില് നിനക്ക് ഓക്കെ ആണല്ലോ? ഇത് നീ ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയ എഗ്രിമെന്റ്സിന് എഗ്രി ചെയ്യുകയാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറയാം. മീജി അത് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ഫയൽ വാങ്ങും.
ഇതും കൊണ്ട് ഇവള് സീറ്റിൽ വരുമ്പോൾ കുറച്ച് പേര് സൈഡിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ഓർമ്മയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിനു വേണ്ടി അയച്ച ആള് ഒരു മാസം പോലും നിന്നിട്ടില്ല. ഇതിനും ഭേദം അവരൊരു യുദ്ധത്തിന് അയച്ചാൽ അവർ വേണമെങ്കിൽ ജയിച്ചിട്ട് വരൂന്നൊക്കെ. സംഭവം എന്തോ പണിയാണെന്നുള്ള കാര്യം എന്തായാലും മീജിക്ക് മനസ്സിലായി. സംഭവം വളരെ സിമ്പിളാണ്. ഒരു വയസ്സായ സ്ത്രീയുടെ സ്ഥലം, അത് അവരെ കൊണ്ട് വിൽക്കാൻ സമ്മതിപ്പിക്കണം. പക്ഷെ ആ ലേഡി കുറച്ച് പണിയാണ്. അവർ ചെറിയൊരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഇവളെ കേട്ടറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ലേഡി ഏതോ ആളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ സീറ്റൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ റെസ്റ്റോറന്റിലോട്ട് കയറാൻ പറ്റൂ. ഇപ്പൊ അവിടെയുള്ള ഒരാൾ പറയും, എന്നാൽ ഞാനും നിന്റെ കൂടെ വരാം. അങ്ങനെ ഇവർ 2 പേരും കൂടെ ആ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറും. എങ്ങനെയെങ്കിലും ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് സൈൻ വാങ്ങണം. അതാണ് മീജിക്ക്. അവളെ ഒരുപാട് നേരം നോക്കി നിൽക്കരുത്, അതവൾക്ക് ദേഷ്യമാണ് എന്നൊക്കെ അയാൾ ഈ ലേഡിയെ കുറിച്ച് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരുടെ റെസ്റ്റോറന്റിൽ ഒരുപാട് ഡിഷൊന്നുമില്ല, ആകെ ഒരെണ്ണേ ഉള്ളൂ. എന്നാൽ അതിന് ഡെയിലി ഒരുപാട് തിരക്കാണ്. കാരണം അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കുമ്പോൾ മീജിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുമ്പോൾ ഇവള് പതുക്കെ പുള്ളിക്കാരുടെ അടുത്ത് എന്ന് പറയും, ഞാൻ ഇങ്ങനെ ഫിനാൻസ് ടീമിൽ നിന്നാണ് വരുന്നത്. ആ സൈറ്റിന്റെ കാര്യം സംസാരിക്കാൻ. അത് കേൾക്കുന്ന അവർ ഇവളെ വിളിച്ചോണ്ട് പോകും. അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനാണെന്ന് വിചാരിച്ചു പോകുന്ന അവളെ കയ്യിലിരിക്കുന്ന ഉപ്പ് വാരി വലിച്ചെറിഞ്ഞ് ആട്ടി ഓടിക്കുവാണ് ഇവര്. ഇപ്പൊ മീരെ നോക്കുമ്പോൾ ഏതാണ്ട് 1 വീക്കായിട്ട് അവൾ ഒരു ഫാമിലുണ്ട്. ഇനിയെങ്കിലും തനിക്കൊരു ജോലി തരുമെന്ന് പോയി സേജിനോട് ചോദിക്കുമ്പോൾ 1 വീക്കും കൂടെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കാൻ വേണ്ടി പറയണവൻ. മീജിയാണെങ്കിൽ ഇപ്പൊ തലേക്ക് എടുത്ത് വെച്ചും പോയി ഇതിപ്പോ എങ്ങനെ ഇറക്കി വെക്കാന്ന് നോക്കി നിൽക്കുവാണ്. മീരയാണെങ്കിൽ അവൾക്ക് എല്ലാവരെയും കുറിച്ച് വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അവള് വായിക്കാൻ മറന്നുപോയി. അതിൽ ഡയറക്ടർ ചോയിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് സൂക്ഷിക്കേണ്ട ആൾക്കാരിൽ നമ്പർ 1 ആയിട്ട് അവൾ ഇട്ടിട്ടുള്ളത് ഈ ചോയിയാണ്. തൊട്ടപ്പുറത്ത് നമ്പർ 2 ടീം ലീഡർ ഗ്യോങ്മിനും. അപ്പൊ 2 പേരും കൂടെ തനിക്കിട്ട് പണിതതാണെന്ന കാര്യം അവൾക്ക് മനസ്സിലാകും. പക്ഷെ പെട്ടുപോയില്ലേ, പണി എന്തായാലും പൂർത്തിയാക്കാൻ തന്നെ അവൾ തീരുമാനിക്കും. പിറ്റേന്നും ഈ കാര്യം പറഞ്ഞ് അവളെ ലേഡിയുടെ അടുത്ത് ചെല്ലും. ഉപ്പ് വാരി അറിഞ്ഞ് അവളെ ഓടിച്ചു വിടും. മീരയാണെങ്കിൽ വെറുതെ ഇരുന്ന് മടുത്ത് അവിടുത്തെ സ്റ്റോർ റൂമൊക്കെ ക്ലീൻ ചെയ്യുവാണ്. സേജിന് അവിടെ എപ്പോഴും ഇരിക്കുന്ന ഒരു പൊട്ട ചെയറുണ്ടായിരുന്നു. അതും കൂട്ടത്തിൽ അവൾ എടുത്തുകൊണ്ട് കളയും. എന്നാൽ അതറിയുന്ന സേജിനാണെങ്കിൽ ഞാൻ പറയാത്ത കാര്യമൊക്കെ എന്തിനാ നീ ചെയ്തതെന്ന് ചോദിച്ച് അവളോട് ചൂടാവുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ നടന്ന് ക്ലീൻ ചെയ്യാൻ. ഒരു പാർട്ട് ടൈമറാണ് എനിക്ക് വേണ്ടത്, ക്ലീനറയല്ല. ഒരു ബിസിനസ് പാർട്ണർ എന്ന് പറഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളെന്ന് അർത്ഥം. ചെയറിന്റെ കാര്യത്തിലെ പ്രശ്നമെങ്കിൽ പുതിയ ഒരെണ്ണം ഞാൻ നാളെ വാങ്ങിത്തരാം. നിനക്കറിയോ, നീ വളരെ ഇൻസിൻസിയറാ. പണ്ട് എനിക്കൊരു ഓഫീസ് ജോബ് ഉണ്ടായിരുന്നു. അന്ന് നിന്നെ പോലെ ബ്ലാങ്ക് ആയിട്ടുള്ള റെസ്യൂമെ അയക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഒന്നും എടുക്കരുതെന്ന് വിചാരിക്കുമെങ്കിലും ഞാൻ അവരെയൊക്കെ എടുക്കുമായിരുന്നു. അവർക്കൊന്നും ഒരു പണിയും കൊടുക്കാതെ ഞാൻ അവരെ ഇങ്ങനെ വാച്ച് ചെയ്യും. ചിലര് ഹിറ്റും ചിലര് ഫ്ലോപ്പും ആയിരിക്കും. നീ ഒരു ഹിറ്റായിരിക്കും എന്നോളത്തെ ഞാൻ നിന്റെ അടുത്ത്. പക്ഷെ നീ ഒരു ഫ്ലോപ്പ് ആയിപ്പോയി മിയോങ്. മിയോങ് എന്നല്ല, എന്റെ പേര് മീജി എന്നാ. നിങ്ങൾക്ക് ഇതുവരെ എന്റെ പേര് പോലും അറിയില്ല. എന്നിട്ടാണോ എന്നെ വളരെ നന്നായിട്ട് അറിയുന്ന പോലെ സംസാരിക്കുന്നത്? ഒരു ജോലിയും കൊടുക്കാതെ ഒരാളെ വാച്ച് ചെയ്ത് നിൽക്കുന്നത് ബുള്ളിങ്ങാ. ഒരു പ്രാണിയുടെ ചിറകുകൾ ഏറ്റുമാറ്റി അതെങ്ങനെ ജീവിക്കുന്നു നോക്കി നിൽക്കുന്നത് പോലെ. നിങ്ങൾ അത്രയ്ക്ക് ക്രൂരനാണോ? നിങ്ങൾക്ക് എങ്ങനെ ഒരാളെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? സേജനാണെങ്കിൽ അവൾ പറയുന്നതൊക്കെ കേട്ടങ്ങ് പേടിച്ചു. ഞാൻ അത്ര വലിയ ക്രൂരനായിരുന്നു എന്ന് ആലോചിച്ചിരിക്കുകയാണ് അവൻ. അവിടെ നിന്ന് ഡയലോഗ് അടിച്ച് ഇറങ്ങി പോകുന്ന മീരയാണെങ്കിൽ പകുതിക്ക് വെച്ച് സൈക്കിളിൽ നിന്ന് വീഴും. വന്നു നോക്കുന്ന സേജനാണെങ്കിൽ അവൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട്, അല്ല നീ എന്തിനാ ഇപ്പൊ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുവാണ്. ഇവിടെ മീജിക്കാണെങ്കിൽ മടുത്തു. ആദ്യത്തെ ആ ഒരു എൻജോയ്മെന്റ് ഒന്നുമില്ല. എന്നും കെട്ടിയൊരുങ്ങി പോവുക, തല്ല വഴി ഉപ്പുമായിട്ട് തിരിച്ചിറങ്ങുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ വഴിയിൽ വെച്ച് ഇവളെ ഹോസുവാണ്. ഹോസു ഇങ്ങനെ ഇവളെ സൂക്ഷിച്ചു നോക്കുന്നത് കാണുമ്പോൾ മീജി ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം പണ്ടൊക്കെ തങ്ങളെ കൃത്യമായിട്ട് ഇവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഇവളെ മീരയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്താ ഞാൻ വിളിച്ചിട്ട് നീ കോൾ എടുക്കാഞ്ഞേ? നീ എന്തെന്നെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുവാണെന്ന് ചോദിക്കണമേ. ഞാൻ ബ്ലോക്കൊന്നും ആക്കി വെച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മീര ഇവനെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടെന്ന കാര്യം. ആ കേസിൽ എന്താ ശരിക്കും സംഭവിച്ചേ? കേസിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? നീ എന്തെന്റെ പിറകെ കൂടിയിരിക്കുവാണോ? അപ്പൊ അവിടെ വെച്ച് നീ എന്നെ കണ്ടു നോക്കുന്നില്ലേ? എക്സ്റ്റേണൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ. പണി പാളിന്ന് മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങും. എന്നാൽ പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഹോസ്റ്റ് പിറകെ ചെല്ലും. നീ എന്തിനെങ്കിലും ഒന്നും സോൾവ് ചെയ്യാതെ അതിൽ നിന്ന് ഓടി മാറുന്നേ? നോക്ക്, ഈ സാറ്റർഡേ നൈറ്റ് നമുക്ക് മീറ്റ് ചെയ്യാം. എവിടെ വെച്ച് വേണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഈ കാര്യമൊക്കെ ഇവിടെ നേരെ മീരെ അറിയിക്കും. എന്നാൽ മീര ഇപ്പൊ തറപ്പിച്ച് പറയും അവനെ കാണാൻ പോകരുത്. നിനക്കറിയില്ലേ, അവനെ നമ്മളെ 2 പേരും തിരിച്ചറിയാൻ പറ്റും. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ ടവലിട്ടിട്ട് പോലും നമ്മളെ തിരിച്ചറിഞ്ഞവനവൻ. നോക്ക്, നമ്മൾ 2 പേരും നമ്മുടെ ജീവിതത്തിൽ ഇടപെടില്ലെന്ന് പ്രോമിസ് ചെയ്തതാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഹോസുവിനെ മീറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കേ വേണ്ട. ഇപ്പൊ ഹോസു ആണെങ്കിൽ സാറ്റർഡേ നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞ് ലൊക്കേഷൻ അയച്ചിരിക്കുകയാണ്. മീജിക്ക് ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സോ എനിക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കാൻ നേരത്താണ് ഞാൻ മീരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നി. അതുപോലെ ഇന്നിവൻ നീ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച കാര്യം ഓർമ്മ വരുന്നത്. മൊത്തത്തിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് മീജിക്കറിയാം. ഇവിടെ ഹോസു ആണെങ്കിൽ അവരുടെ റിപ്ലൈക്കും കാത്തിരിക്കുകയാണ്. അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇന്ന് മീരെ കണ്ട മുഖം ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം ആലോചിച്ചിരിക്കുമ്പോഴാണ് അവന് സ്വബോധം വരുന്നത്. ഞാൻ എന്തീ ചെയ്യുന്നത്? ഹേയ്, അങ്ങനെയൊന്നും പാടില്ല എന്നും പറഞ്ഞു. പെട്ടെന്ന് ഇപ്പം മീജിയുടെ മെസ്സേജ് വരും. ആരുടെ പെട്ട ഹോളിഡേ ഓഫീസിന്റെ അടുത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നാ പിന്നെ എവിടെയാണെന്ന് ഇവൻ ചോദിക്കുമ്പോൾ പണ്ട് മീജി ഇങ്ങനെ ഇവനോട് സോളി പോവുകയാണെങ്കിൽ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഹാൻഡ് ലിവറി പോകണം, അവിടുത്തെ ഫുഡ് കഴിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ തൽക്കാലം അവർ അതിനടുത്തുള്ള ഒരു ബാറിൽ വെച്ച് കാണാന്ന് പറയും. എന്താ പക്ഷേ ബാറിലാണെങ്കിൽ ഭയങ്കര നോയിസാണ്. അത്രയ്ക്ക് ശബ്ദവും ബഹളവും ഒന്നും ഹോസുവിന് ഇഷ്ടമല്ല. അത് അവന് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അത് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് മീജി വിളിച്ചുകൊണ്ട് പോകും.
അങ്ങനെ ഇവർ നേരെ ഹാൻഡ് റിവറിന്റെ അടുത്തേക്ക് വരും. ഇവിടെ വരണമെന്നുള്ളത് മീജിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവളുടെ ഈ ഒരു എൻജോയ്മെന്റ് ഒക്കെ കണ്ട് ഇത്രകാലം ഇവിടെ ഉണ്ടായിട്ടും നീ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണ്. എത്ര പ്രാവശ്യം കണ്ടാലും ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്നും പറഞ്ഞ് അവൾ അത് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കും. അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഹോസു പറയും, വെറുതെ അല്ല മീജി ഇവിടെ വന്ന് ഇത് കഴിക്കണമെന്ന് പറയാതുണ്ടായിരുന്നത്. ശരി ശരി, നിനക്കെന്താ സംസാരിക്കാനുള്ളേ? നീ ആ കേസ് വേണ്ടെന്ന് വെച്ചത് ഞാൻ കാരണമാണോ? അന്ന് നിന്നെ അവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്കറിയാലോ നിന്റെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷന് വരുമെന്ന്. അന്ന് ഞാൻ ഒരാൾക്ക് പകരം വന്നതാ, പക്ഷെ നിന്നെ കാണുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനത്തെ കേസുകളിൽ വിക്ടിംസ് കേസ് ഡ്രോപ്പ് ചെയ്യാൻ കാരണം ന്യൂസ് സ്പ്രെഡ് ആകുമെന്നുള്ള പേടിയുണ്ടാ. നീ പേടിക്കണ്ട, എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നിന്റെ കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഫയൽ നോക്കിയിട്ടില്ല. മീജി ചോദിക്കും, നീ ഡയറക്ടർ ചോയെ കുറിച്ചാണോ പറയുന്നത്? ചോയോ? ഞാനോർത്തു അത് ലീഡ് സ്പെഷ്യലിസ്റ്റ് പാർക്കായിരിക്കുമെന്ന്. ഇപ്പോഴാണ് മീജിക്ക് ഓഫീസിൽ വെച്ച് സ്റ്റാഫുകൾ തമ്മിൽ ഇവളെയൊക്കെ ജോലിക്കെടുത്ത പാർക്കിനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്നത്. മീര എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ കാരണമാണ് നീ ആ കേസ് ഡ്രോപ്പ് ചെയ്തേ. ആണെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. ഈ കേസ് നീ എന്തായാലും ജയിക്കും. മീജിയും മീര ആണെങ്കിൽ പരസ്പരം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വരുമ്പോൾ നീ കാരണമൊന്നുമല്ല ഞാനത് ഡ്രോപ്പ് ചെയ്തേ. എനിക്കൊരു പുതിയ പ്രൊജക്ട് ഉണ്ട്, ഞാൻ അതിൽ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ കേസ് ഡ്രോപ്പ് ചെയ്തേ. പിന്നെ നിന്റെ സീനിയറിന് നമ്മുടെ ഹിസ്റ്ററി ഒന്നും അറിയില്ലേ? അല്ല, ജസ്റ്റ് ആ കേസ് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണോ നിന്നെ നയിച്ചേ? ഈ ഒരു കാര്യത്തിലാണോ നീ ഇത്രയ്ക്ക് തല പോഞ്ഞേ? വക്കീലന്മാർ ഇത്രയ്ക്ക് സോഫ്റ്റ് ആവാൻ പാടുണ്ടോ? നീ ഇപ്പോഴും ആ പഴയ പോലെ തന്നെയാ. എന്തെങ്കിലും തലയിൽ കയറിയാ അതെടുത്ത് മാറ്റില്ല. ഷൂവിനടി കല്ല് കയറിയതുപോലെ ഇങ്ങനെ നടക്കും. ഇവിടെ മീരയുടെ അടുത്ത് വന്നിരിക്കുകയാണ് സോങ്യോ. ഇവനെ മറന്നിട്ടില്ലല്ലോ നമ്മുടെ മീജി ഡെക്സ്. നീ രാവിലെ തന്നെ ഒരെണ്ണം അടിച്ചിട്ടാണോ സൈക്കിൾ എടുത്ത് പോവാറ്? കൈ വിട്ടുപോലും സൈക്കിൾ ഓടിക്കാൻ അതേ നാളെ നീ. സത്യം പറ മീജി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ കണ്ടിട്ട് എന്തോ പ്രശ്നം തോന്നുന്നു. നിന്റെ ഹെയർ പോലും ചേഞ്ച് ആയി. നമ്മുടെ നാട്ടുകാരും കുറച്ചുപേര് ചോദിച്ചു എന്നോട്, നമ്മുടെ യു ക്യാൻഡിക്ക് ഇത് എന്ത് പറ്റിയെന്ന്. യു ക്യാൻ ഡു ഇറ്റോ? യു ക്യാൻഡി ആനിമയിലെ ക്യാരക്ടർ. അവൾ സാഡ് ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിന്നെ പോലെ. എപ്പോഴും ഇങ്ങനെ ചാടി കളിച്ച് നടക്കുന്ന ആളല്ലായിരുന്നു നീ. ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ പറ്റുമോ? അത് തന്നെ ഞാനും പറയുന്നേ, നീ എപ്പോഴും അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ എല്ലാവരും നിന്നെ യു ക്യാൻഡി എന്ന് വിളിക്കുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇങ്ങനെ പറ്റി വരേണ്ട ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല. വീട്ടിലെത്തുമ്പോൾ മീജി ഇപ്പം മീരെ കോൾ ചെയ്യും. എന്നാൽ ഹോസുവിനെ കണ്ട കാര്യമൊന്നും പറയില്ല. ഈ കേസിന്റെ കാര്യമൊന്നും മീരെ ഇതുവരെ ഇവളോട് സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവൾ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? പക്ഷെ മീരെ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ഇവളോട് പറയുന്നില്ല. കെട്ടാകുമ്പോൾ ഹോസു ലിയോട് ചോദിക്കും, അന്ന് സാറ് എനിക്കും മീരയ്ക്കും പരസ്പരം അറിയാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതെന്ന്. ലീ പറയും, അത് എനിക്കറിയായിരുന്നു. നിന്റെ ഹൈസ്കൂളിന്റെ പേര് കുറച്ച് യുണീക്ക് ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഈ മീരയും അവിടെ തന്നെ പഠിച്ചാണെന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. നിന്നെ അയക്കുവാണെങ്കിൽ അവൾ കേസ് ഡ്രോപ്പ് ചെയ്യുന്നു എനിക്ക് ഉറപ്പായിരുന്നു. ആ കമ്പനിയാണ് നമ്മുടെ ക്ലയന്റ്, അവിടുത്തെ എംപ്ലോയി അല്ല. നമ്മുടെ ജോലി കേസ് ജയിക്കുക എന്നുള്ളത് മാത്രമാണ് ഹോസു. ഇത് ഹോസുവിന് ഭയങ്കര ഒരു ഷോക്കാവും. ലീയുടെ അടുത്ത് നിന്ന് അവൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കെട്ടാകുമ്പോൾ മീര ഇപ്പൊ ഫാമിലി ജോലിക്ക് പോകുന്നില്ല. അതറിഞ്ഞ് അവളെ മിസ്സിസ്ക്കും മുത്തശ്ശിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. പേടിച്ചാണെങ്കിലും അവൾ അങ്ങോട്ടേക്ക് ചെല്ലും. എന്ന് തന്നെ കണ്ട് മുത്തശ്ശിക്ക് മനസ്സിലായ രീതിയിലൊന്നും പറയുന്നൊന്നുമില്ല. മേ ബി പ്രായമായില്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് അവൾ അങ്ങ് ഓർക്കും. ഇപ്പൊ മുത്തശ്ശി അവളോട് ഒതുക്കും, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അസുഖം എന്തെങ്കിലും പിടിച്ചോ? സോളില് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഞാൻ മീരയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം പോയതല്ലേ. മീരേ, എന്റെ കാലം എടുത്തെങ്കിലും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ മീരയ്ക്ക് എന്തോ ഭയങ്കര സങ്കടാകും. തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന, ഇപ്പോഴും തന്നെ കെയർ ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത്. ഈവൻ അവളുടെ അമ്മ പോലും അവൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കാറില്ല. മുത്തശ്ശി ഞാൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നില്ലേ? അതിന്റെ ആവശ്യം എന്താ? എനിക്കറിയാം നീ ഒരുപാട് ശ്രമിച്ചു കാണും. ഞാൻ ഓടിപ്പോന്നതാ മുത്തശ്ശി, ഞാൻ ഒരുപാട് ശ്രമിച്ചു. എനിക്ക് ഒട്ടും പറ്റാഞ്ഞോണ്ടാ. നീ ചെയ്തത് നല്ല കാര്യമാണെന്നും പറഞ്ഞ് മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കും. ഇവിടെ മീജി ആണെങ്കിൽ ഓഫീസിൽ പോയി ജോലി ബുദ്ധിമുട്ടാണെന്ന് പറയുമെങ്കിലും ഇത് നീ ആയിട്ട് ഏറ്റതാണ്, ചെയ്തേ പറ്റൂന്ന് തന്നെ പറയാണ് അവളോട്. ഒരു വഴിയില്ലാതെ അവൾ പിന്നെയും ആ ലേഡിയുടെ അടുത്ത് ചെല്ലും. പിന്നെയും ഉപ്പ് വാരി ഏതാന്നെടുത്ത് അവൾ പറയും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ എന്താ വല്ല നിയമം തെറ്റിച്ചോ? നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും എന്റെ ജോലിയല്ലേ ചെയ്യുന്നത്. ഈ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞേ. നമ്മൾ രണ്ടു കൂട്ടരും ജീവിക്കാൻ വേണ്ടി മാത്രമല്ലേ കഷ്ടപ്പെടുന്നേ. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഇവളെല്ലാം പറഞ്ഞു തീർന്നതും ഉപ്പ് വീണ്ടും മേലേക്ക് വീഴും. മീജിക്ക് എല്ലാം മതിയാക്കി പോയാലോ എന്ന് വരെ തോന്നും. ഇപ്പോഴാണ് അവളെ ഹോസു കാണണമെന്നും പറഞ്ഞു വിളിക്കുന്നത്. ഇനി എന്താ സംസാരിക്കാനുള്ളേ? എനിക്ക് നിന്നോട് സോറി ചോദിക്കണം. എന്റെ കമ്പനി നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ അയച്ചേ. ഞാൻ കാരണമല്ല നീ കേസ് ഡ്രോപ്പ് ചെയ്തതെങ്കിലും എനിക്കെന്തോ ഒരു കുറ്റബോധം. നീ അന്ന് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും പ്രശ്നം പറ്റിയാ ഷൂസിനുള്ളിലെ കല്ല് കയറിയ കുട്ടികളെ പോലെയാവും ഞാനെന്ന്. അപ്പോഴാ ശരിക്കും ഞാൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് വരെ ഞാൻ ഓർത്തെ. ഈ ജോലി എന്നെ ഒരുപാട് മാറ്റി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തുടങ്ങാൻ പോകാം. ഞാൻ ആ പണ്ടത്തെ ഞാനാകാൻ തീരുമാനിച്ചു. പെർഫെക്റ്റ് സ്കോർ കിട്ടിയ ടെസ്റ്റിൽ പോലും ചിലർ ആ മാർക്ക് പിന്നെയും റീവിസിറ്റ് ചെയ്യാറില്ലേ? ചില കാര്യങ്ങൾ തെറ്റുപറ്റുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. ഇന്നിപ്പോൾ ഹോസ് പറയുമ്പോൾ ഇവിടെ മീരയാണെങ്കിൽ അവൾ എടുത്തുകൊണ്ട് കളഞ്ഞ സേജിന്റെ ചേത തിരിച്ചുകൊണ്ട് വെച്ച് ഈ ഫാം മെച്ചപ്പെടുത്താനുള്ള കുറച്ച് നോട്ട്സും അതിലെടുത്ത് വെച്ച് പോവാണ്. പക്ഷെ അവൾ ഇപ്പോഴും സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ല. ഇത് കണ്ട് സേജിന് ചിരി വരികയാണ്. ഇപ്പോൾ എന്ത് തെറ്റാ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാനത് ശരിയാക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മീജിക്ക് ഇപ്പോൾ ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് ആ ലേഡിയാണ്. നിന്നെ ഒരു മനുഷ്യനെ പോലെ ട്രീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ശരി, നമുക്ക് നാളെ 10 മണിക്ക് കാണാം. ഇത് കേൾക്കുന്നത് മീജി ഭയങ്കര ഷോക്കാവാണ്. അവൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഇത് കണ്ട് എന്തെങ്കിലും നല്ലത് സംഭവിച്ചെന്ന് ഹോസ് ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ സംഭവിക്കാൻ വഴിയുണ്ട്. ഈ ഹാൻഡ് റിവർ അടിപൊളിയാ. നമുക്ക് പോയി കുറച്ച് രാമ്യം കഴിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, സിനിമ കാണാം. നമ്മളിപ്പോൾ എന്താ ചെയ്യാന്നും പറഞ്ഞിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ
ഇവളെ തന്നെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഹോസു. പെട്ടെന്ന് അവൻ ചോദിക്കും, നീ ശരിക്കും മീജിയല്ലേ? ഈ ഒരു സീനും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഹോസു ഇവളെ കൈയോടെ പൊക്കിയോ? മീരയുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ മീജിക്ക് പറ്റുമെന്നെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡുകളായിട്ട് കാണാം.